മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ആറ്റം ബോംബ്. എന്നാൽ ആ ശക്തിക്ക് ജീവൻ ഇല്ലാതാക്കാനും നശിപ്പിക്കാനും മാത്രമേ കഴിയൂ. എന്നാൽ ഒരു വിശ്വാസിയെ ആശ്രയിക്കുന്ന ദൈവീക ശക്തി ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അത് തകർന്ന ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും വീണ്ടും പണിയുന്ന ഒരു സ്നേഹശക്തിയാണ്. ദൈവജന പ്രകാരം പറയുന്നു, കർത്താവ് തകർന്ന ഹൃദയമുള്ളവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. സങ്കീർത്തനങ്ങൾ 147:3. ബൈബിളിലെ ശിഷ്യനായ പത്രോസിന്റെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. കർത്താവിനെ 3 വട്ടം തള്ളി പറഞ്ഞപ്പോൾ പത്രോസിന്റെ ആത്മീയ ജീവിതം പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ലോകത്തിന്റെ ശക്തിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവനെ എന്നേക്കുമായി തള്ളിക്കളയുമായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ദൈവിക ശക്തിയാൽ പത്രോസിനെ തകർത്ത് കളഞ്ഞില്ല, മറിച്ച് അവനെ സ്നേഹത്തോടെ വിളിച്ച് അവന്റെ തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കി. സഭയുടെ നെടുന്തൂണായി അവനെ വീണ്ടും പണിതുയർത്തി. മനുഷ്യന്റെ ശക്തിക്ക് നശിപ്പിക്കാൻ മാത്രമേ അറിയൂ, എന്നാൽ ദൈവത്തിന്റെ ശക്തിക്ക് മൺകൂനയിൽ നിന്ന് പോലും പുതിയൊരു ജീവൻ പണിതുയർത്താൻ കഴിയും. ആറ്റം ബോംബ് നഗരങ്ങളെ ശൂന്യമാക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ശൂന്യമായ ഹൃദയങ്ങളെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നാം ഭയന്നു പോകാറുണ്ടോ? ലോകത്തിന്റെ ശക്തികൾ നമ്മെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ശക്തി ഓർക്കുക. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതം പാപത്തിലോ പ്രതിസന്ധികളിലോ തകർന്നു പോയ അവസ്ഥയിലാണെങ്കിൽ നിരാശപ്പെടരുത്. ലോകത്തിന്റെ മുൻപിൽ നിങ്ങൾ ഒന്നും അല്ലായിരിക്കും, എന്നാൽ നിങ്ങളെ വീണ്ടും പണിയാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. കർത്താവ് നിങ്ങളുടെ തകർച്ചകളെ മാറ്റി മനോഹരമായ ഒരു സാക്ഷ്യമാക്കി നിങ്ങളെ പണിതുയർത്തും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കും.